ആറ്റിങ്ങലും പോയി. തൃശ്ശൂർ പക്ഷേ നിലനിർത്തുകയാണ് ലീഡ്. ആലത്തൂർ, തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ്, വടകര എന്നിവിടങ്ങളിൽ ലീഡ് നിലനിർത്തുകയാണ് LDF. ഈ ആറിടത്താണ് ലീഡ് നിലനിൽക്കുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഒരിടത്തും ആ ഒരു ലീഡ് നിലനിർത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ കൊല്ലത്ത് ദീർഘനേരം ലീഡ് നിലനിർത്തിയപ്പോൾ ഇപ്പോൾ 4680 വോട്ടിന് NK പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുകയാണ്. പത്തനംതിട്ടയിൽ UDF തിരിച്ചുപിടിച്ചിരിക്കുന്നു 352. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് കുറയുന്നത് ശ്രദ്ധിക്കുക. ആറ്റിങ്ങലില് വി ജോയിയെ മറികടന്ന് അടൂർ പ്രകാശ് തിരിച്ചു വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ 45 വോട്ടുമായിട്ട് LDF ലീഡ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ശ്രദ്ധിക്കേണ്ട മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ UDFനെ മറിച്ചിടുമോ എന്ന് ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. ജയിക്കാൻ കഴിയുമെന്ന് BJPക്ക് ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ്. അവിടെ 1000-ന് മേലെ വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂർ 430 വോട്ടിലേക്ക് താഴുകയാണ്. അതിനിയും താഴുമോ? താഴ്ന്ന് അദ്ദേഹം പിന്നിലേക്ക് പോകുമോ? പുതിയൊരു സ്ഥാനാർത്ഥി വന്നവിടെ മുന്നിൽ വന്ന് കയറുമോ? അത് രാജീവ് ചന്ദ്രശേഖരനോ അത് പന്ന്യൻ രവീന്ദ്രനോ ആരാണെന്നറിയാൻ കാത്തിരിക്കുക. തൃശ്ശൂരിൽ 45 അനങ്ങുന്നില്ല. അതുകൊണ്ട് മുന്നോട്ട് തന്നെയാണോ? നിലവിലെ ടാലിയിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ലീഡ് നിലനിർത്തുന്നത് ഡീൻ കുര്യാക്കോസാണ്. ഇടുക്കിയിൽ 5900 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനുള്ളത്. അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ UDF സ്ഥാനാർത്ഥികൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 14 ഇടങ്ങളിലാണ് UDFന്റെ ഇപ്പോഴത്തെ ലീഡ്. പക്ഷേ തൃശ്ശൂരിലും വടകരയിലും LDF തന്നെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ അറിയില്ല. കാരണം കഴിഞ്ഞ കുറേ സമയമായിട്ട് 47-47 എന്ന മട്ടിൽ നിൽക്കുകയാണ്. അതിനി അടുത്ത അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആരായിരിക്കും മുന്നിൽ എന്നത് കാണണം. തൃശ്ശൂരിൽ 45, വടകരയിൽ 47. കഴിഞ്ഞ ഏതാണ്ട് 5-6-7 മിനിറ്റായിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇനി അടുത്ത അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ ആയിരിക്കുമോ ആവർത്തിക്കപ്പെടുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ട്രെൻഡിന്റെ സൂചന. EVM എണ്ണി തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ ഒട്ടുമിക്ക ഇടങ്ങളിലും EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ കൗണ്ടിംഗ് സ്റ്റേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും EVM എണ്ണി തുടങ്ങി. ഇനി വളരെ പെട്ടെന്ന് പൊടുന്നനെ ഇനി ലീഡ് നിലയിൽ വ്യത്യാസം വരും. നമ്മൾ നോക്കുക, ടായിലേക്ക് നോക്കുക. കൊല്ലത്ത് പ്രേമേന്ദ്രൻ 4680 വോട്ടിന് ലീഡുണ്ട്. ആലപ്പുഴയിൽ 102 വോട്ട് മാത്രമാണ് KC വേണുഗോപാലിന്റെ ലീഡുള്ളത്. കോട്ടയത്ത് 1683 വോട്ടുമായി ഫ്രാൻസിസ് ജോർജ് ആണ് മുന്നിൽ നിൽക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 731 വോട്ടാണ്. നോക്കൂ, തൃശ്ശൂരിൽ 45 തന്നെ നിൽക്കുകയാണ്. തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട് അവിടെ EVM എണ്ണി തുടങ്ങിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ എണ്ണി തുടങ്ങുമ്പോൾ ആ ലീഡ് നിലയിൽ വ്യത്യാസം വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതായത് ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് ലീഡിലുള്ളത് ഈ മണ്ഡലങ്ങളിൽ LDF നിൽക്കുന്നിടത്ത്. ഇനി ചാലക്കുടിയിലേക്ക് വന്നാൽ ലീഡ് നില തിരിച്ചുപിടിച്ചിരിക്കുന്നു LDF. 1484 വോട്ടിന്റെ ലീഡുമായി ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ് മുന്നിൽ നിൽക്കുകയാണ്. അതായത് ഇവിടെ EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. EVM എണ്ണി തുടങ്ങുമ്പോൾ ചാലക്കുടിയിലെ ആദ്യ ഫലസൂചനകൾ LDFന് ലീഡ് നൽകുകയാണ്. വടകരയിലും പൊന്നാനിയിലും ഇനിയും EVM. തിരുവനന്തപുരത്തേക്ക് നോക്കൂ, ശശി തരൂരിന്റെ ലീഡ് കുറയുകയാണ്. 1000-ന് മേലെ ലീഡുണ്ടായിരുന്ന ശശി തരൂർ 182ലേക്ക് തിരിച്ചു കൂപ്പുകുത്തുന്നതിന്റെ കാഴ്ച. ഈ പോക്ക് പോയാൽ ശശി തരൂർ വീണ്ടും മുന്നിൽ പോകുമോ? രാജീവ് ചന്ദ്രശേഖരൻ വീണ്ടും മുന്നിൽ പോകുമോ? തിരുവനന്തപുരത്തേക്ക് നോക്കിയാൽ 1000-ന് മേലെ ഉണ്ടായിരുന്ന ലീഡ് നില 212ലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. തരൂര് അവിടെ വേർക്കുന്നുണ്ടോ ജയിക്കാൻ? ചില എക്സിറ്റ് പോളുകൾ പറയുന്നത് തരൂർ വിയർത്ത് കയറുമെന്നാണ്. അങ്ങനെ ആയിരിക്കുമോ സംഭവിക്കുക? തൃശ്ശൂരിൽ LDFന്റെ ലീഡ് തുടരുന്ന കാഴ്ചയാണ്. 70ലേക്ക് 35, 45, 70ലേക്ക് വന്നു. വടകര അപ്ഡേറ്റ് ചെയ്യൂ വേഗം. വടകരയുടെ വിവരങ്ങൾ എടുക്കൂ വേഗം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.